ആന്തരിക മലിനീകരണം. മത്തായി എഴുതിയ സുവിശേഷം 23 മുതൽ 33 വരെ. ചിന്തയ്ക്കായിട്ട് 28 വാക്യം. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമേയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ. പരിസ്ഥിതി മലിനീകരണം മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് കടുത്ത ഭീഷണിയായി തീർന്നിരിക്കുന്നു. പത്രങ്ങൾ പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ വിദൂര വ്യാപകമായ ഫലങ്ങളെപ്പറ്റിയുള്ള മുന്നറിയിപ്പ് വലിയ പ്രാധാന്യം കൊടുത്ത് പ്രസിദ്ധീകരിക്കുന്നുമുണ്ട്. നമ്മുടെ നാട്ടിലെ ഭരണ സംവിധാനങ്ങളും ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. പരിസ്ഥിതി മലിനീകരണവും ജനപ്പെരുപ്പവും ഇന്നത്തെ നിരക്കിൽ മുന്നോട്ട് പോയാൽ ഏതാനും കൊല്ലങ്ങൾക്കുള്ളിൽ മാറ്റം വരുത്താനാവാത്ത സമൂലനാശം ലോകത്തിന് സംഭവിക്കുമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. എന്നാൽ മനുഷ്യൻ്റെ പരിസ്ഥിതിയിലുണ്ടാകുന്ന മലിനീകരണത്തിൻ്റെ വിപത്തിനെക്കുറിച്ച് മാത്രമാണ് ശാസ്ത്രജ്ഞന്മാരും പത്രങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. മനുഷ്യൻ്റെ ശരീരം, മനസ്സുകളെയും ആത്മാവിനെയും കരണ്ടുതിന്ന് നശിപ്പിക്കുന്ന ആന്തരിക മലിനീകരണത്തെപ്പറ്റിയും അതിൻ്റെ വിനാശകരമായ ഫലങ്ങളെപ്പറ്റിയും കൂടി നാം ബോധവാന്മാരായി തീരേണ്ട കാലം വൈകിയിരിക്കുന്നു. മനുഷ്യൻ്റെ ഓരോ ഇച്ഛാശക്തി പ്രയോഗിക്കലും ചിന്തയും അവൻ്റെ മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തുന്നു. മുൻകോപം, ദ്രോഹബുദ്ധി, ഉന്മേഷം നശിപ്പിക്കുന്ന വികാരങ്ങൾ മുതലായവ ശരീരത്തിൽ ഹാനികരമായ ചില രാസായുധങ്ങൾ ജനിപ്പിക്കുന്ന അവസ്ഥയിൽ ചിലത് അങ്ങേയറ്റം വിഷലിപ്തമായിരിക്കും. രമ്യവും സന്തോഷ നിർഭരവുമായ വികാരങ്ങളും ചില രാസായുക്തങ്ങൾ ഉളവാക്കും. ശരീരകോശങ്ങൾക്ക് ഉന്മേഷവും ഊർജവും അവ പ്രദാനം ചെയ്യും. ഓരോ ചീത്ത വികാരവും ഉണ്ടാകുമ്പോഴും ശരീരത്തിൽ ഓരോ രാസപരിവർത്തനം ഉണ്ടാകുന്നുണ്ടെന്നത്രേ പ്രൊഫസർ ഗെയ്റ്റ്സ് പറയുന്നത്. പുകവലി, മദ്യപാനം മുതലായ ദുശ്ശീലങ്ങൾക്ക് പുറമേ മറ്റു ചിലതും നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നുണ്ട്. കോപം വായിലെ ഉമിനീരിൻ്റെ രാസഘടകങ്ങളിൽ പരിവർത്തനമുണ്ടാക്കി ഒരു വിഷലിപ്തമാക്കി തീർക്കുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ സമർത്ഥിക്കുന്നു. കോപക്രാന്തയായ ഒരമ്മ കുഞ്ഞിന് മുലയൂട്ടുന്നെങ്കിൽ വിഷമാണ് ആ കുഞ്ഞിനെ പകർന്നു കൊടുക്കുന്നതെന്ന് ഓർമ്മിക്കേണ്ടതാണ്. ഗർഭാശയത്തിലും സ്തനങ്ങളിലും ഉണ്ടാകുന്ന ക്യാൻസർ രോഗത്തിന് കാരണം ഏറിയ പങ്കും അമിതമായ ആകുലചിന്തയും ഉത്കണ്ഠയുമാണെന്ന് ഡോക്ടർ സ്നോ തർപ്പിച്ചു പറയുന്നു. ആഴമേറിയ കുറ്റബോധമുണ്ടാകുമ്പോൾ ചിലരുടെ ശരീരം വിയർക്കുമല്ലോ. സാധാരണ ഉണ്ടാകാറുള്ള വിയർപ്പിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അത്. അതുപോലെ കോപം, സന്തോഷം, അസൂയ, മോഹഭംഗം മുതലായ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ ദേഹത്തെ പൊടിക്കുന്ന വിയർപ്പിനും വ്യത്യാസമുണ്ടായിരിക്കും. വിയർപ്പിൻ്റെ രാസഘടന പരിശോധിച്ച് ഏത് വികാരം മൂലമാണ് ദേഹം വിയർത്തതെന്ന് ആധുനിക ശാസ്ത്രത്തിന് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. അതിശക്തമായ മാനസിക ക്ഷോഭമുണ്ടാകുമ്പോൾ ചിലർക്ക് ഛർദി ഉണ്ടാകാറുണ്ടല്ലോ. അതിതീവ്രമായ കോപമോ ഭയമോ മഞ്ഞപ്പിത്തമുണ്ടാകാൻ കാരണമായി തീരാവുന്നതാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനെയാണ് എന്താണ് പ്രതിവിധി? സ്നേഹം, ഔദാര്യം, നന്മ ചെയ്യാനുള്ള താല്പര്യം തുടങ്ങിയ സദ്വികാരങ്ങൾ ശരീരത്തിലുണ്ടാകുന്ന പ്രത്യക്ഷോധമാണ് മേൽപ്പറഞ്ഞ വിഷബാധയെ നിർവീര്യമാക്കി തീർക്കുന്നത്. സുന്ദരമായ സംഗീതം ഉതിർക്കുന്ന ഒരു വീണയോട് മനുഷ്യ ശരീരത്തെ ഭമിക്കാം. ഭയം, വിദ്വേഷം, ആകുലചിന്ത മുതലായ ദുർവികാരങ്ങൾ ശരീരത്തിൽ ഉളവാക്കുന്ന വിഷം ആ വീണക്കമ്പികളെ തുരുമ്പ് പിടിപ്പിച്ച് ദ്രവിപ്പിക്കുന്നു. അങ്ങനെ അവ പൊട്ടി പോകുമ്പോൾ അപസ്വരങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങുന്നു. ഈ അപസ്വരങ്ങൾക്കാണ് രോഗങ്ങൾ എന്ന് പറയുന്നത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സുന്ദരമായ വീണയുടെ കമ്പികൾ നമ്മുടെ ദുർവികാരങ്ങൾ നിമിത്തം പൊട്ടിപ്പോകുമ്പോൾ പലപ്പോഴും ദൈവം ഇങ്ങനെ വരുത്തിയല്ലോ എന്ന് പോലും പരാതിപ്പെടുന്നവരായിരിക്കും പലരും. മനുഷ്യൻ്റെ പരിസ്ഥിതി മലിനീകരണത്തേക്കാൾ ഗുരുതരമായ പ്രശ്നമല്ലേ അവൻ്റെ ആന്തരികമായ മലിനീകരണവും അതുമൂലമുള്ള ആപത്തുകളുമെന്ന് ആലോചിക്കേണ്ടതാണ്. ഓർക്കണമേ, സ്നേഹമുള്ളിടത്ത് ജീവനുണ്ട്, പകയുള്ളിടത്ത് നാശവും. 1 തെസ്സലോനിക്കർ 4:3. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ.
ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസൻ.